ഇവിടെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് 2 മാസത്തെ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ചെബുവും കുഞ്ഞും കൂടെ ഫുഡ് കഴിക്കാൻ പോവാ. ആകെ ഒരു ഊണെ വാങ്ങിച്ചിട്ടുള്ളത് കണ്ടില്ലേ? ചെബു ആ കവർ ഒന്ന് കാണിച്ചു തരേ. ആകെ ഒരു ഊണ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്, അത് 2 കറിയാ. റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഞങ്ങള് ഇന്നലെ നൈറ്റ് ഫുള്ള് കിടന്നത്. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് കിടന്നത്. അവിടെ ഒരുപാട് ബെഞ്ചുകളുണ്ട്. തന്റെ യൂട്യൂബ് ചാനലിന് റീച്ച് കൂട്ടാൻ വേണ്ടി 24 മണിക്കൂറും ദാരിദ്ര്യം മാത്രം പറഞ്ഞ ഒരു ഫാമിലി വ്ളോഗറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോൾമേറ്റ് കപ്പിൾസ് എന്നതാണ് അവരുടെ ചാനലിന്റെ പേര്. വലിയ റീച്ചുള്ള ചാനലൊന്നല്ല. അപ്പൊ പിന്നെ എങ്ങനെയാലും റീച്ച് ഉണ്ടാക്കി എടുക്കണമല്ലോ. ഒരു വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ 1-2 ദിവസത്തെ വാടക മുടങ്ങിയത് കാരണമായി ഇവരുടെ ഹൗസ് ഓണർ ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഭാര്യയും ഭർത്താവും ചെറിയ കുഞ്ഞും കൂടെ എന്താക്കി തെരുവിലിറങ്ങി. ഭർത്താവിന്റെ പേര് സ്റ്റെഫിൻ എന്നാണ്. ചെബു എന്നാണ് ഇയാൾ ഭാര്യ വിളിക്കുന്നത്. ഓൺലൈൻ ഫുഡ് ഡെലിവറിയാണ് ചെബുവിന്റെ ജോലി. അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് അയാൾ ഡെലിവറി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൈക്ക് മാത്രമാണ് ഇവരുടെ കൈവശമുള്ളത്. അങ്ങനെ ചെറിയ കുഞ്ഞിനെയും കൂട്ടി ഭർത്താവും ഭാര്യയും കൂടി ഒരുമിച്ച് ഫുഡ് ഡെലിവറി ചെയ്യാൻ ഇറങ്ങി. ബാക്കി അവരുടെ വീഡിയോയിലൂടെ തന്നെ നമുക്ക് കണ്ടോക്കാം. സന്തോഷമുള്ളൊരു കാര്യമല്ല ഞങ്ങൾ പറയാൻ പോകുന്നത്. കാരണം ഇവിടെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് 2 മാസത്തെ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ കഴിഞ്ഞ മാസം സഞ്ജു ഹോസ്പിറ്റലായിരുന്നുകൊണ്ട് എനിക്ക് 2 ആഴ്ച ജോലിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ 2 മാസത്തെ വാടക പെൻഡിങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 1 മാസത്തെ വാടക ഇന്നലെ കൊണ്ട് കൊടുത്തു. അപ്പൊ ആൾ ഇന്നലെയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് കാലത്ത് തന്നെ ആൾ വന്നിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടു. ഞാൻ ആ ലോക്കെടുത്ത് ആൾ പോയി. ഞങ്ങളോട് പറഞ്ഞത് വാടകയുടെ പൈസ പെൻഡിങ് ഉള്ളത് തന്നിട്ടിനി വീട്ടിൽ താമസിച്ചാൽ മതിയാണ്, അല്ലെങ്കിൽ വേറെ വീട് നോക്കിക്കോളൂ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് അങ്ങനെ പോകാനായിട്ട് വേറെ സ്ഥലമൊന്നുമില്ല. ഞാനിപ്പോ എന്തായാലും ജോലിക്ക് പോകണം. ഇവരെയും ജോലിക്ക് കൊണ്ടുപോകുന്ന വിചാരിച്ചേക്കണം. വേറെ എവിടെ കൊണ്ടാക്കാനായിട്ട് ശ്രമിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പോകുന്നത്. പിന്നെ വേറെ നിവൃത്തിയില്ല. അതാണ് ഞങ്ങൾ അങ്ങനെ ജോലിക്ക് പോകാൻ തീരുമാനിച്ചത്. അപ്പൊ ചെറുകൂടെ ഞാനും കുഞ്ഞും കൂടി ജോലിക്ക്. പിന്നെ ഇന്നലെ തൊട്ട് 2 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പൊ എനിക്കാണെങ്കിൽ സിഗിന്ന് കിട്ടിയ റെയിൻകോട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മഴ പെയ്താൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇപ്പൊ മഴ ഇല്ല എന്തായാലും. ഞങ്ങള് ഇറങ്ങാന്ന് വെച്ച് ഞാൻ നിൽക്കുക. ഞങ്ങളോട് ജോലിക്ക് പോയിട്ട് വൈകിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എവിടെ പോകുമെന്ന് അറിയത്തില്ല, വേറെ ആരും ഇല്ല ഹെൽപ്പ് ചെയ്യാനായിട്ട്. ശരി, വെറും 1 മാസത്തെ വാടക മുടങ്ങുമ്പോഴേക്കും പുറത്താക്കാൻ മാത്രം ക്രൂരന്മാരായിട്ടുള്ള ഹൗസ് ഓണേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും എന്റെ നാട്ടിലൊന്നും ഇതേമാതിരി 1-2 മാസത്തെ വാടക മുടങ്ങിയത് കാരണമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ സംഭവങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. അല്ല, അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെയും സംഭവിക്കാം. ഓരോ ടൈപ്പ് മനുഷ്യന്മാരല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ആ ചെറിയ കുട്ടിയെ കൊണ്ട് ഇവരെ തെരുവിലേക്ക് ഇറക്കി വിടാൻ മാത്രം ക്രൂരന്മാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അങ്ങനെ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇതുവരെ ഓക്കെയാണ്. ഇവര് ഫാമിലി വ്ളോഗർ ആണല്ലോ. ജീവിതത്തിൽ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ സ്വന്തം ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യും. അതൊന്നും കുഴപ്പമില്ല. ഇനി അങ്ങോട്ടാണ് സഹിക്കാൻ പറ്റാത്തത്. വീഡിയോ മുഴുവനും ദാരിദ്ര്യം പറിച്ചിട്ട് മാത്രമേ ഉള്ളൂ. കണ്ടോക്കാം. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഇപ്പൊ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനൊക്കെ ആയിട്ട് വീട്ടിൽ വെച്ചിട്ട് ഓർഡർ അടിച്ച സമയത്ത് ബാഗ് ഉറങ്ങായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ പെട്ടെന്ന് പൊക്കോണ്ടിരിക്കുക ഞങ്ങള്. ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇവിടെ ഫുഡ് കൊടുക്കാൻ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഫുഡ് ഒന്ന് കാണിച്ചു സഗു. ഇതാണ് ഫുഡ്. ചിക്കൻ ബിരിയാണിയാണ് ഫുഡ്. അതെ, ഞങ്ങളിതിപ്പം ഡെലിവറിക്ക് വന്നേക്കും. അപ്പൊ ഇവിടെ ആള് വെയിറ്റ് ചെയ്ത് നിൽക്കും. ആളെ നോക്കിയിട്ട് ആളിപ്പോ എത്തുമെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളവരെ കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഫുഡ് കൊടുത്ത് പൊയ്ക്കൊണ്ടിരിക്കും. ഇവിടുന്ന് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ചെറുതായി വണ്ടി വെച്ചോണ്ടിരിക്കുക. ശരി, അങ്ങനെ അവര് കുടുംബത്തോടെ ഫുഡ് ഡെലിവറി ഒക്കെ തുടങ്ങിയില്ലേ? നല്ല കാര്യം. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അല്ലെ? എന്തായാലും ഇത്രയൊക്കെ ആയി സ്ഥിതിക്ക് ബാക്കിയും കൂടി കണ്ടോക്കാം. ഞങ്ങൾക്ക് മുട്ടം പണി കിട്ടിയിട്ടുണ്ടേ. ഗായ്സ്, ഞങ്ങൾക്ക് മുട്ടം പണി കിട്ടി. ചെബു, ആ പണി എന്താണെന്ന് പറഞ്ഞേ. വണ്ടിയുടെ ടയർ പഞ്ചറായി. എന്തോ ഒരു സാധനം കുത്തി കയറി വണ്ടിയിൽ. ആണിയാണെന്ന് തോന്നുന്നു. കുത്തി കയറി വണ്ടിയിൽ. ഞങ്ങളിവിടെ പെട്ട് നിൽക്കുവാണ്. കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു കൊടുക്കാം. ഇല്ല ചെബു, ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇത് ആണിയാണെന്ന് തോന്നുന്നു. കുത്തി കയറി ടയർ മൊത്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, പണിക്ക് ഇത് പണി കിട്ടിക്കൊണ്ടിരിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ട്. അത് കഴിഞ്ഞപ്പോ ഞങ്ങള് ഫുഡ് ഡെലിവറിക്ക് പോവാന്ന് വിചാരിച്ച് ഇപ്പൊ പൊയ്ക്കൊണ്ടിരുന്നപ്പോ വണ്ടിയുടെ ടയർ കണ്ടില്ലേ? അതെ, ചെബു ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചോണ്ടിരിക്കുക പൈസ ഉണ്ടെങ്കിൽ വണ്ടിയുടെ ടയർ പഞ്ചറായിട്ട് ശരിയാക്കാനായിട്ട്. അപ്പൊ ഞങ്ങള് വഴിയിലരികിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചെബുവിന് ഇന്നലെ ഓടിയതിന്റെ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വണ്ടിയുടെ ടയർ ശരിയാക്കായിരുന്നു. ശരിയാക്കിയിട്ട് ജോലിക്ക് പോകായിരുന്നു. ഇപ്പൊ വീട്ടിലും പോകാൻ പറ്റത്തില്ല, ജോലിക്കും പോകാൻ പറ്റില്ല. ഇവിടെ വഴിയിൽ പെട്ട അവസ്ഥയായി. ഞങ്ങളുടെ ഇപ്പൊ ഉച്ചയായി. ഫുഡ് കഴിക്കാൻ പോലും പൈസ ഇല്ല.
ഗൈസ് വണ്ടി പഞ്ചറായി ഗൈസ്, ഞങ്ങൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ഗൈസ്, ഞങ്ങളുടെ കയ്യിൽ ഒറ്റ പൈസ ഒന്നുമില്ല ഗൈസ്. ചേച്ചി എന്തായാലും അടിപൊളിയായിട്ട് വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. വല്ലാത്തൊരു കഷ്ടകാലമായി പോയി. ഇടിവെട്ടലേറ്റവന്റെ തലയിൽ പാമ്പടിച്ച പോലെയായി. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആകെ ഉണ്ടായത് ഈ ബൈക്കാണ്. അപ്പൊ അതും സൈഡായി. എന്തായാലും ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് പൈസ വാങ്ങി പഞ്ചർ ഒട്ടിച്ച്. ഇനിയിപ്പോ എന്തെങ്കിലും കഴിക്കണല്ലോ, അതിനിപ്പോ ഇവരെന്താ ചെയ്യാന്നുള്ളത് നോക്കാം. ചെബുവും കുഞ്ഞും കൂടെ ഫുഡ് കഴിക്കാൻ പോവാ. ആകെ ഒരു ഊണേ വാങ്ങിച്ചിട്ടുള്ളതേ കണ്ടില്ലേ. ചെബു ആ കവർ ഒന്ന് കാണിച്ചേരെ. ആകെ ഒരു ഊണ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്, അത് 2 കറിയാ. ഞങ്ങള് ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു ചേട്ടൻ, ഞങ്ങളിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് വണ്ടിയുടെ പഞ്ചർ ഒട്ടിക്കാൻ തന്നെ ഒരു ചേട്ടൻ അയച്ചു തന്നതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പൈസ ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഫുഡ് കൊടുത്ത് ഡെലിവറി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ 50 രൂപ ടിപ്പായിട്ട് തന്നു. ഇത് ചെറിയ ഊണ, ഇത് 30 രൂപയുടെ ഊണാ. ഒരു ഊണ് മേടിക്കാനുള്ള പൈസ തികഞ്ഞുള്ളായിരുന്നു. അതേ കറിയൊക്കെ ഒന്ന് കാണിച്ചപ്പോൾ എന്തൊക്കെ കറിയുള്ളത്? കറികളൊന്നും അങ്ങനെ വലുതായിട്ടില്ല. ആകെ ഈ മോരും താണ്ട് ആ കിടക്കണ എന്തോ മെഴുക്ക് വരട്ടിയാന്ന് തോന്നുന്നു, അതും അച്ചാറൊക്കെ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല ഇവിടുന്ന് കഴിക്കണേ. എന്ത് പറ്റി? കഴിക്ക് വേണ്ടേ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടാൽ മാത്രം മതി കരിഞ്ഞു പോകാൻ. ജാതി സാഡ് BGM ഒക്കെയാണ് തിരികെ കയറ്റിക്കുന്നത്. എന്തായാലും ആ കുഞ്ഞിന് നല്ലപോലെ ഫുഡ് കൊടുക്കാൻ പോലും ഉള്ള കാശ് അവരുടെ കയ്യിലില്ല. ആ ചോറൊന്നും ആ കുട്ടി കഴിക്കുന്നുമില്ല. അല്ല, ഇങ്ങനെ ദാരിദ്ര്യം പറയുന്നതിനെ കൊണ്ട് ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഇത് കണ്ട് ആരെങ്കിലും സഹായിച്ചാലൊന്ന് കരുതിയാകും. പക്ഷെ കമന്റ് ബോക്സിൽ പലരും ഗൂഗിൾ പേ നമ്പർ അയച്ചു തരുമോ സഹായിക്കാം എന്ന് പറയുമ്പോൾ ഇവരെ മറുപടി എന്താണ്? അതൊന്നും വേണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ് ഇവരുടെ റിപ്ലൈ. സോ ദാരിദ്ര്യം കാണിച്ച് ചാനലിന് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് തോന്നുന്നത്. ഇതിപ്പോ പണ്ടത്തെ സകല ഫാമിലി വ്ളോഗേഴ്സിന്റെയും സ്ട്രാറ്റജി തന്നെ ആയിരുന്നല്ലോ. വീഡിയോകളിലൂടെ മാക്സിമം പട്ടിണി പറഞ്ഞ ആളുകളുടെ സഹതാപം നേടിയെടുക്കുക. പിന്നെ ഇവർ എന്ത് ചവർ കണ്ടന്റ് ഇട്ടാലും ആളുകൾ പാവങ്ങളല്ലേ എന്നോർത്ത് ഇവരുടെ വീഡിയോ ഇരുന്ന് കാണും. എന്തായാലും ഇങ്ങനെ സ്വന്തം ദാരിദ്ര്യം നാട്ടുകാരെ കാണിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആത്മാഭിമാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഇതിപ്പോ എന്തെങ്കിലും മാരക അസുഖങ്ങളൊക്കെ വന്ന് ജോലിക്ക് പോകാൻ കഴിയാതെ നരകിക്കുന്ന ഒരു ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇവിടെ ഭാര്യക്കും ഭർത്താവിനും നല്ല ആരോഗ്യമുണ്ട്. എന്നിട്ടും 2 ആഴ്ച കുഞ്ഞിന് അസുഖം വന്നപ്പോഴേക്കും ഒരു നേരം ഫുഡ് കഴിക്കാൻ പോലും പൈസ ഇല്ലാത്ത ലെവലിലേക്ക് ഇവർ തകർന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല, ഓരോ മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. എന്തൊക്കെ അവസ്ഥകളാണ്, ബാക്കി നോക്കാം. റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഞങ്ങള് ഇന്നലെ നൈറ്റ് ഫുള്ള് കിടന്നത്. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് കിടന്നത്. ഒരുപാട് ബെഞ്ചുകളുണ്ട്, അപ്പൊ ഇവിടെ ഞങ്ങൾ കിടന്നത്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇന്നലെ ഇവിടെയായിരുന്നു കിടന്നത്, റെയിൽവേ സ്റ്റേഷനിൽ ഈ സ്ഥലത്താണ് കിടന്നത്. അപ്പൊ ഇന്ന് ഇവിടെ ഫുള്ള് നടക്കും. അവർക്കാണ് ചെരുപ്പ് പോലും ഇല്ല. ആള് ചെരുപ്പൊക്കെ ഇല്ലാണ്ട് നടക്കണം. ആൾക്ക് ഒരു വിഷയമല്ല ഇത്, ആളങ്ങ് നടന്നോളും. കാലിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. വേറൊന്നും വേണ്ട, കിട്ടിയാൽ പിന്നെ വേറെ ആഹാരമൊന്നും വേണ്ട. 2 ഐസ്ക്രീമാണ് ഇപ്പോഴത്തെ ഭക്ഷണം. അതെ, വൈകുന്നേരത്തെ ഭക്ഷണം 2 ബോൾ ഐസ്ക്രീം. ചായകൾ നല്ല തിരക്കായി ഗൈസ്. ഞങ്ങൾ വന്നപ്പോ ആരുമില്ലായിരുന്നു. അതെ, ചെബുവിന്റെ ഒരു ധാരണയുണ്ട്, ചെബു ഇവിടെ ചെന്നാലും ആൾക്കാർ കൂടും. ഗൈസ് പെരുമഴ ഇവിടെ പെയ്തോണ്ടിരിക്കുവതേ. ഞങ്ങൾ ഇവിടെ കയറി നിൽക്കുക. അപ്പൊ ചെബു ആണെങ്കിൽ എന്റെ ഷോൾ ഇട്ടിട്ട് കുഞ്ഞിക്ലീനായിട്ട് മൂടിയിരിക്കുവതേ. മഴ പെയ്തോണ്ടിരിക്കുക. ഞങ്ങൾ ഇവിടെ വലിയൊരു മരത്തിന്റെ സൈഡിലായിട്ട് കയറി നിൽക്കുക. പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള പൈസ കിട്ടിയായിരുന്നു. കാരണം പൈസ റെഡി ആയിട്ടുണ്ട്. ചെബുവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടി ഷെയർ ഇട്ടിട്ട് ഞങ്ങൾക്ക് വീട്ടിലുള്ള പൈസ ഞങ്ങൾക്ക് റെഡി ആക്കി തന്നു. അതെ, ഞങ്ങളപ്പോ വീട്ടിലോട്ട് പോവാം. ഭയങ്കര സന്തോഷമുണ്ട്. ഇത്ര നേരം അലഞ്ഞാണെങ്കിലും വണ്ടിയൊക്കെ പോകും, റോഡ് സൈഡാ. ഞങ്ങളപ്പോ വീട്ടിലോട്ട് പോകാനായിട്ട് മെയിൻ റോഡിൽ നിന്നിട്ട് അകത്തോട്ട് കയറി. അപ്പോൾ ഇത്ര നേരം അലഞ്ഞു തിരിഞ്ഞ് നടന്നെങ്കിലും ദൈവം ഞങ്ങൾക്കൊരു എന്താ പറയണ്ടേ, സഹായം ചെയ്തെന്ന് തന്നെ പറയാം എല്ലാരും കൂടി ആയിട്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ കഴിയുക എന്ന് തോന്നുന്നത് അല്ലെ. ഇവരുടെ അച്ഛൻ, അമ്മ എന്ന് തുടങ്ങിയ ഏറ്റവും അടുത്ത കുടുംബങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. മേ ബി എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. എന്നാലും മക്കളും പേരക്കുട്ടികളും ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ തെരുവിലാണ് കിടന്നുറങ്ങുന്നത് എന്ന് അറിയുമ്പോൾ എത്ര വലിയ പിണക്കമാണെങ്കിലും അമ്മയും അച്ഛനും ഒക്കെ ഇവരെ ചേർത്ത് നിർത്തേണ്ടതാണ്. ആ ചെറിയ കുഞ്ഞാണെങ്കിൽ ഫുൾ ടൈം വെയിലൊക്കെ കൊണ്ടാണ് ഇവരെ കൂടെ നടക്കുന്നത്. അതിന്റെ ആകെയുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ആ ഐസ്ക്രീം മാത്രമാണ്. എന്തായാലും ചെബുവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടി വാടക കൊടുക്കാനുള്ള പൈസ പിരിച്ചു കൊടുത്ത് അങ്ങനെ ഒരു ദിവസത്തെ തെരുവ് ജീവിതത്തിന് ശേഷം ഇവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവർ ചെയ്ത ദാരിദ്ര്യം വീഡിയോയുടെ കമന്റ് ബോക്സിൽ കുറെ ആളുകൾ എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ചുകൊണ്ട് കമന്റ് ഇട്ടേക്കുന്നു. അതൊട്ടും ഇവർക്ക് പിടിച്ചില്ല. അതിനെക്കുറിച്ച് ഇവരെന്തോ പറയുന്നുണ്ട്, നമുക്ക് അതും കൂടി കേട്ട് നിർത്താം. അപ്പൊ ഒരുപാട് പേര് കമന്റിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ അയച്ചു തരാം, പൈസ വേണമെങ്കിൽ അയച്ചു തരാം, GPay നമ്പർ തരും, കോൺടാക്ട് നമ്പർ തരുമെന്ന്. ദൈവത്തെ ഓർത്ത് അങ്ങനെ ഒരു കമന്റ് ഇടാതെ. കാരണം ഞങ്ങൾ ആരുടെയും പൈസയ്ക്ക് വേണ്ടി എല്ലാം വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു അവസ്ഥ, ഞങ്ങൾക്കൊരു ചാനലുണ്ട്. ആ ചാനലിലൂടെ ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മതി, ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടാൽ മതി. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ച് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് വിട്ടാൽ മതി. വേറെ ഒന്നും വേണ്ട, ഒരു പൈസയും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി.
അപ്പൊ പൈസ തരാൻ പറഞ്ഞാൽ നിങ്ങളുടെ വലിയൊരു മനസ്സ്, അത് വേറൊരു കാര്യം. നിങ്ങൾക്ക് നല്ല മനസ്സുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങള് ജോലി ചെയ്ത് തന്നെയാ ജീവിക്കുന്നത്. കുറെ പേര് പറഞ്ഞിരുന്നു ആരോഗ്യമില്ലേ, തിണ്ടി തിന്നാണ്ട് ജോലിക്ക് പൊക്കൂടെയെന്ന്. അത് ഒരുപാട് ഹേർട്ട് ചെയ്തു കേട്ടോ. ഇപ്പം പറഞ്ഞ കമന്റും സ്ക്രീൻഷോട്ടും ഒന്നും കാണിക്കുന്നില്ല. അത് കാണിക്കുന്ന വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ അത് വല്ലാണ്ട് ഞങ്ങൾക്കത് കൊണ്ട്, കാരണം ഞങ്ങളത് ജോലിക്ക് പോയിക്കൊണ്ടാണ് വീഡിയോ ഇടുന്നത്. ഞങ്ങള് ഇങ്ങനൊരു അവസ്ഥയിലുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ജോലിക്ക് പോവുക ചെയ്തത്, അല്ലാണ്ട് ആരുടെ മുന്നിൽ കൈനീട്ടാൻ പോവല്ല ചെയ്തത്. അപ്പൊ അങ്ങനെ പറഞ്ഞത് വളരെ മോശമായിപ്പോയെന്ന് തന്നെ പറയാം. അപ്പൊ വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ശരി, ആരുടെ മുന്നിൽ നിന്ന് കൈ നീട്ടിയിട്ടില്ല. 3 പേരും ജോലിക്ക് പോവുകയാണ് ചെയ്തത്. അതൊക്കെ ശരി തന്നെ. പക്ഷെ നിങ്ങളുടെ ദാരിദ്ര്യം പറച്ചിൽ കേൾക്കുന്ന ആരായാലും ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യത്തുള്ളൂ. ഇത്രയും തണ്ടും തടിയുള്ള ഒരു ആണും പെണ്ണും ഇങ്ങനെ ഒരു ഉളുപ്പിലാണ് ദാരിദ്ര്യം പറയുന്നത് കാണുമ്പോൾ ആർക്കായാലും ഒരു വീട് ഫീലിംഗ് തോന്നിപ്പോകും. നിങ്ങളെക്കാളും 100 മടങ്ങ് കഷ്ടപ്പാട് അനുഭവിക്കുന്ന എത്രയോ പേര് ചുറ്റിനുമുണ്ട്. എന്നിട്ടും മെജോറിറ്റി ഓഫ് ആളുകളും നിങ്ങളെ സഹായിക്കാമെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട, ജോലി എടുത്ത് ജീവിച്ചോളാം എന്നാണ് പറഞ്ഞത്. നല്ല കാര്യം. പക്ഷെ അങ്ങനെയെങ്കിൽ ഈ പട്ടിണി പറച്ചിലൊന്ന് നിർത്തണം. ഇതൊക്കെ ഭയങ്കര ബോറാണുള്ളത് പറയാലോ. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് ഒന്നിനും കഴിയാതെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ. ഇതൊരുമാതിരി കാണുന്ന ആൾക്കാരെ കളിയാക്കുന്ന പോലെയാണ്. അല്ലെങ്കിലും നമ്മുടെ ഈ ചെറിയ ചെറിയ ഇല്ലായ്മകളൊന്നും നാട്ടുകാരെ അറിയിക്കല്ല വേണ്ടത്. ഇല്ലായ്മകൾക്കെതിരെ ഫൈറ്റ് ചെയ്ത് കൂടുതൽ സമ്പാദിക്കുകയാണ് വേണ്ടത്. അതിനുള്ള ആരോഗ്യം ഉണ്ടല്ലോ. യൂട്യൂബ് ചാനൽ വളർത്താൻ പട്ടിണി പറയണമെന്നൊന്നുമില്ല. നല്ല കണ്ടന്റ്സ് എടുത്താൽ മതി. അതിന് മാത്രമേ ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും പൈസ വേണ്ട, സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്നുള്ള ചേച്ചീന്റെ തന്ത്രം കൊള്ളാം. അധികം ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.